ഹലോ, ഇന്നെന്താ പരിപാടി? എങ്ങോട്ടായി പോകണമെന്നൊക്കെയല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? വാ പറയാം. പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് സ്കൂളിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. PTA മെമ്പേഴ്സ് എല്ലാം നിർബന്ധമായിട്ട് പങ്കെടുക്കും. ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരാൾ എന്നെ കാര്യമായിട്ട് നിരീക്ഷിക്കുകയാണ് കേട്ടോ. അബ്രൂഷ്, മമ്മി ടാറ്റ പൊക്കോട്ടെ. ചേട്ടായുടെ സ്കൂളിലാണ് പോകേണ്ടത്. ചേട്ടനും അനിയനും കൂടെ ഞാൻ പോകേണ്ടെന്നാണ് പറയുന്നത്. അവരില്ലാതെ എന്നെ പുറത്തേക്ക് ഇറക്കത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആനിയാൻറ്റി വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. ആനിയാൻറ്റിക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ട് വേണം എനിക്ക് ഇവിടെ നിന്ന് ഊരാൻ. അപ്പോൾ അതുവരെ എബ്രൂസ് അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ, എന്നെ എങ്ങോട്ടേക്കും വിടാതെ. അവൻ ചെറിയ വാശിയൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആനിയാൻറ്റി വന്ന് പിള്ളേരെ ആനിയാൻറ്റിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി വന്നു എന്നും പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സ്കൂളിലേക്ക് ചെന്നപ്പോൾ എന്താ പറയുക, എനിക്ക് ഭയങ്കര ആവേശമായിപ്പോൾ കേട്ടോ. വലിയ പന്തലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മന്ത്രിമാരൊക്കെ വരാൻ പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഉഷാറായിട്ടുണ്ട് പരിപാടികളൊക്കെ. ചെന്നപാടെ മീറ്റിങ്ങിൽ കയറി. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് ആദപ്പിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അതും അത്യാവശ്യമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. പണികളൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ സിസ്റ്റർമാരും ടീച്ചർമാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. അത് എന്ത് മനോഹരമായിട്ട് പിള്ളേരെ ആകർഷിക്കാൻ, അവരെ കളർഫുള്ളാക്കാൻ വേണ്ടി അവർ പെടാപ്പാട് പെടുകയാണ്. എനിക്ക് അവരുടെ അലച്ചിലൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു റെസ്പെക്റ്റ് കൂടി കേട്ടോ. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളൊക്കെ 2 മാസം ആരാംസെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ ടീച്ചർമാർ അവരൊക്കെ ശരിക്കും വെക്കേഷൻ ആഘോഷിച്ചോ എനിക്കറിയില്ല. കാരണം സ്കൂൾ അവധിയാണെങ്കിൽ പോലും അവരുടെ മൈൻഡിൽ അടുത്ത സ്കൂൾ അപ്ഡേഷനും അധ്യയന വർഷ ഒരുക്കങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾക്കും കുറച്ച് പണികളൊക്കെ അസൈൻ ചെയ്ത് കിട്ടി കേട്ടോ. ഈ കുറച്ച് ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ ലെറ്റേഴ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ PTA മെമ്പേഴ്സൊക്കെയാണ് കേട്ടോ. ഇത് മാത്രമല്ല, കുറച്ചുകൂടെ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഓരോരോ തിരക്കുകളായതുകൊണ്ടായിരിക്കും എത്തിച്ചേരാൻ കഴിയാഞ്ഞത്. സ്കൂളിൻ്റെ ഒരു ആവശ്യം പറഞ്ഞ് നമ്മുടെ പിള്ളേരുടെ കാര്യമില്ലെന്നും പറഞ്ഞ് എന്തും ആവട്ടെ എന്നും പറഞ്ഞ് സകല ജോലി തിരക്കുകളും മാറ്റി വെച്ച് ഇറങ്ങിത്തിരിക്കുന്ന ഒരു കൂട്ടം അമ്മമാരാണ് കേട്ടോ എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ ഒപ്പം എത്താനൊന്നും പറ്റിയിട്ടില്ല. ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അത്ര കണ്ട് എല്ലാ മീറ്റിങ്ങുകളൊന്നും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഇവരെയൊക്കെ കാണുമ്പോൾ, അവരുടെയൊക്കെ ഒരു സ്പിരിറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. കാരണം ഈ കൂട്ടത്തിൽ കുറേ പേര് ജോലിക്കാരുണ്ട്. അവരെല്ലാം ഇന്നൊരു മീറ്റിംഗ് ഒക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് ജോലി കളഞ്ഞിട്ട് വരുന്നവരോ, ലീവ് എടുക്കുന്നവരോ, അല്ലെങ്കിൽ മറ്റു തിരക്കുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് വരുന്നവരൊക്കെയാണ്. അങ്ങനെ കുറേ കാലം കൂടി കണ്ടതുകൊണ്ട് തന്നെ ആവാം, ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവർക്കും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും പല കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പിള്ളേരെക്കാളും ആവേശം ഞങ്ങൾ അമ്മമാർക്കാണ്. കാരണം ആ സ്കൂളിനൊപ്പം നിൽക്കുക, കുട്ടികളെ ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ഏൽപ്പിക്കുന്നു. അവരുടെ പഠനകാര്യത്തിലാണെങ്കിലും ശരി, മുന്നോട്ടുള്ള കാര്യങ്ങളിലായാലും ശരി, ഒരേപോലെ അഭിപ്രായം പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഞങ്ങളുടെ ചായയും സ്നാക്സും ഒക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പഴംപൊരി ഇഷ്ടപ്പെടുന്ന ഒരു ഗ്യാങ് പഴംപൊരി എടുത്തു.